എല്ലാവർക്കും നമസ്കാരം. മാർച്ച് 5-ാം തീയതിയിലെ ദിവ്യപത്രത്തിൻ്റെ ആദ്യ പേജിൽ കേരള സർക്കാർ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട്. അത് 10 വർഷം മുമ്പത്തെ ഒരു പത്രവാർത്തയാണ് എന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിവസം ട്രഷറി കാലി എന്നാണ് ഇവർ പരസ്യം കൊടുത്തിരിക്കുന്നത്. സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തെ ദിവസം ട്രഷറി കാലി. വിശദമായി വാർത്ത വായിക്കുമ്പം ആ അവസാന ദിവസത്തിൻ്റെ ഉച്ച വരെ ട്രഷറി കാലിയല്ലായിരുന്നു, ഉച്ച കഴിഞ്ഞ് കാലിയായി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ പത്രത്തിൻ്റെ തന്നെ അതിൻ്റെ സെക്കൻഡ് പേജിൽ അതിൻ്റെ വിശദീകരണങ്ങളും ഇപ്പോഴത്തെയൊക്കെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി വിജയൻ കയറി കഴിഞ്ഞ ശേഷം ഉമ്മൻചാണ്ടി ഇറങ്ങുമ്പോൾ 1.57 ലക്ഷം കോടിയായിരുന്നു സംസ്ഥാനത്തിൻ്റെ പൊതുക്കടം എന്നത്. ഇപ്പോൾ 5 ലക്ഷം കോടിയായെന്ന് ചിലർ പറയുന്നു, 6 ലക്ഷം കോടിയായെന്ന് ചിലർ പറയുന്നു. ഈ കാര്യം പരസ്യത്തിൽ മിണ്ടിയിട്ടേയില്ല. അവസാനത്തെ 10 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇറങ്ങിപ്പോകുന്ന ആ വർഷം മാർച്ചിൽ ട്രഷറി കാലിയായിരുന്നു എന്നുള്ളത് നാണമില്ലാതെ എഴുതി വെച്ചവന്മാർ ഇപ്പോൾ ഈ 5 ലക്ഷം കോടി കടം ഉണ്ടെന്നുള്ള കാര്യം മിണ്ടിയിട്ടേയില്ല. കേരള ജനത്തിന് തൊട്ട് അറിയാനും മേല. 10 വർഷം മുമ്പ് കേരളത്തിൽ പൊട്ടിയ ഒരു കോപ്പറേറ്റീവ് ബാങ്കേ ഉള്ളായിരുന്നു, എളങ്കളം സർവീസ് സഹകരണ ബാങ്ക്, കൂരാലിലുള്ള ബാങ്ക്. പൊട്ടിച്ചത് ആരാന്ന് കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം. പൊട്ടിച്ചവർ പലരും ഉന്നത സ്ഥാനത്ത് ഇരിപ്പുണ്ടെന്നും അറിയാം. എന്നാൽ ഞാൻ ഈ സഖാക്കന്മാരോട് ചോദിക്കട്ടെ, ഇന്ന് കേരളത്തിൽ പൊട്ടാത്ത സഹകരണ ബാങ്ക് എത്ര എണ്ണം ഉണ്ട്? ചിലതൊക്കെ അങ്ങനെ നടന്നു പോകുന്നുണ്ടെങ്കിലും അത് പൊട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പ്രശ്നം വെച്ച് നോക്കേണ്ട അവസ്ഥയാണ്. അപ്പം 1.57 ലക്ഷം കോടി ഉണ്ടായിരുന്ന പൊതുക്കടം 5 ലക്ഷം കോടിക്ക് മുകളിൽ വന്നപ്പോൾ 10 വർഷം മുമ്പ് സാമ്പത്തിക വർഷ അവസാനം ഉച്ച കഴിഞ്ഞ് ട്രഷറി അടച്ചിടേണ്ടി വന്നത് വലിയ കുറ്റമാണോ? പറയുമ്പം പരസ്യം കൊടുക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു മാന്യത വേണ്ടേ? ആ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അന്ന് 10 വർഷം മുമ്പ് ശമ്പളം നൽകാൻ സർക്കാർ LICയിൽ നിന്ന് കടമെടുക്കാൻ ആലോചിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ സർക്കാർ കടമെടുക്കാത്ത സ്ഥലം ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? കിട്ടാവുന്നിടത്തു നിന്ന് എല്ലാം എടുത്തില്ലേ? ഈ കിട്ടാവുന്നിടത്തു നിന്ന് എല്ലായിടത്തു നിന്നും ലോൺ എടുക്കുന്ന ആളുകൾ അന്ന് LICയിൽ നിന്ന് കടമെടുക്കാൻ പോകുന്നെന്നും പറഞ്ഞുള്ളതിന് എന്താ ഇതിനകത്ത് ഒരു പ്രസക്തിയുള്ളത്? കെട്ടിട നിർമ്മാണ ക്ഷേമനിധി വലിയ തുകയില്ലായിരുന്നോ? എന്തിയെ മൊത്തം മാറ്റിയില്ലേ? ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ക്ഷേമനിധി മൊത്തം മാറ്റിയില്ലേ? ഈ വണ്ടിക്കാരടയ്ക്കുന്ന ക്ഷേമനിധി എന്നും പറഞ്ഞ് ടാക്സ് അടയ്ക്കുമ്പോൾ അടയ്ക്കുന്ന തുക മുഴുവൻ മുക്കിയില്ലേ? അതല്ല എന്തിയെ? എടുക്കാവുന്നിടത്തുനിന്നും കൊടുക്കാവുന്നിടത്തുനിന്നും മുക്കാവുന്നിടത്തുനിന്നും മുഴുവൻ എടുക്കുകയും മാറ്റുകയും ചെയ്തിട്ട് ഇങ്ങനെ പരസ്യം എഴുതി വെക്കാൻ ഒരു ശകല ഉളുപ്പ് വേണ്ടേ? ഉളുപ്പ് ശകലമെങ്കിലും വേണ്ടേ? ജനിച്ച കരക്കെങ്കിലും ഒരു നാണം വേണ്ടേ? പിന്നെ എഴുതിയേക്ക് ശമ്പളവും ക്ഷേമവും മുടങ്ങാത്ത കേരളം. ശമ്പളവും പെൻഷനും മുടങ്ങിയാൽ ഈ ഉദ്യോഗസ്ഥന്മാർ 90% സഖാക്കന്മാരാണ്, വിവരം അറിയും. അതുകൊണ്ട് ശമ്പളം മുടങ്ങിയാൽ അത് സത്യം. ക്ഷേമ പെൻഷൻ വല്ലകാലത്തും കിട്ടുന്നതാണോ മുടങ്ങാത്തതെന്ന് എഴുതി വെച്ചേക്കുന്നത്? ക്ഷേമം ഇപ്പോൾ പറയുന്നുണ്ടല്ലോ. വി ഡി സതീശൻ 6-ാം തീയതിത്തെ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് 4 വർഷമായിട്ട് കൊടുക്കാനുള്ള 36,000 കോടി രൂപ DA കിടപ്പുണ്ടെന്ന് പറയുന്നത് ചുമ്മാ നുണ പറയുന്നതാണോ? അപ്പോൾ അന്നത്തെക്കാളും കുളമല്ല ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി. അന്നേരം പറയുന്നത് അന്ന് ഉച്ച കഴിഞ്ഞ് ട്രഷറി കാലിയായിരുന്നെന്ന്. നാണമുണ്ടോ നിനക്കൊക്കെ ഇങ്ങനെ എഴുതി വെക്കാൻ? ഇനി ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണാവോ? വളരെ നല്ലതാണോ? ഈ മാർച്ച് 31-നുള്ളിൽ, മാർച്ച് മാസമാണല്ലോ, കൊടുക്കാനുള്ള എല്ലാവരുടെയും പൈസ കൊടുത്തു തീർക്കുമോ? കരാറുകാർക്കൊക്കെ കോടാനുകോടി കിട്ടാനുണ്ടെന്നാണ് പറയുന്നത്. കരാറുകാർക്കുള്ളത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടെന്നും പറയുന്നു. അതല്ലാതെ എല്ലാ കരാറുകാരുടെയും കൊടുക്കാനുള്ളതെല്ലാം ഈ മാർച്ച് 31-നുള്ളിൽ കൊടുക്കാൻ റെഡിയാണോ? 2025 മാർച്ച് 31-ന്, അതായത് കഴിഞ്ഞ മാർച്ച് 31-ന്, കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാന ദിവസം ട്രഷറി കംപ്ലീറ്റ് ആൾക്കാരുടെയും പൈസ കൊടുത്തായിരുന്നോ? കൊടുക്കാനുള്ളതെല്ലാം. ഒരു ശകല ഉളുപ്പ് വേണ്ട എഴുതി വെക്കുന്നവന്മാർക്ക്. ഇനി നിങ്ങൾക്ക് ഇത് തയ്യാറാക്കുന്ന PR ഏജൻസിക്കാരോട് കുറച്ചെങ്കിലും പറഞ്ഞു കൊടുക്കണം, നമ്മുടെ കണ്ണി വലിയ തടി കിടക്കുക, അപ്പോൾ ചെറിയ കരട് കിടക്കുന്നവരുടെ ഇത് വിളിച്ചോണ്ട് വരരുതെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സാമാന്യ ജ്ഞാനം വേണ്ടേ മനുഷ്യന്? സർക്കാർ ഉദ്യോഗസ്ഥരും ചില സഖാക്കളും ഒഴിച്ച്, എല്ലാ സഖാക്കളൊന്നും ഞാൻ പറയുന്നില്ല, സാധാരണക്കാരൻ്റെ ഒന്നും കയ്യിൽ ഒരു പണമെന്ന് പറയുന്നതില്ല. ഇതാണ് ഈ നാട്ടിലെ സത്യം. കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയിലും കുറച്ച് സഖാക്കളുടെയിലും 10,000 പാറവട ഉണ്ടായിരുന്നു.
അത് മുഴുവൻ നിന്ന് പോയി. ഇപ്പോൾ ഒരു 100-400 പാറമടയെ അംഗീകൃതമുള്ളൂ. പക്ഷേ നാട് മുഴുവൻ കല്ല് പൊട്ടിക്കുന്നുണ്ട് അവിടെ എവിടെയും. ഇതിൻ്റെ എല്ലാം പുറകിൽ ആരാ? ഇതിനൊന്നും പേപ്പറൊന്നുമില്ല. സർക്കാർ വരാതെ അത്യാവശ്യം പൊട്ടിക്കുന്നുണ്ട്, അത് വിൽക്കുന്നുമുണ്ട്. നേരം വെളുക്കുന്നതിനിപ്പുറം കിറ്റാച്ചി കയറ്റുന്നു, ടിപ്പറുകൾ ഓടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു. ഇത് സ്ഥലത്തെ പോലീസുകാർക്കൊക്കെ അറിയാം. അങ്ങനെ വളഞ്ഞ വഴിക്കൊക്കെ ചെയ്യുന്ന കുറച്ച് സഖാക്കന്മാരുടെയിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അല്ലാതെ നാട്ടുകാരുടെ 5 പൈസ ഇല്ലാത്ത കാലം വന്നു. അന്നേരം നിങ്ങൾ സർക്കാർ ഭയങ്കര സാമ്പത്തിക ശക്തിയാണെന്ന് പറഞ്ഞ് എങ്ങനെ ഒക്കുന്നേ? ജനത്തിൻ്റെ ഈ പണമില്ല എന്നുള്ളതാണ് സത്യം. പൊതുജനം എങ്ങനെ ജീവിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഭരിക്കുന്നവർക്ക് പൊതുജനത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കൃഷിക്കാരിവിടെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? റബ്ബറിന് ഒന്നാമത് വിലയില്ല. വേനലായി കഴിഞ്ഞപ്പോഴത്തേനും വെട്ടിയ പാലുമില്ല. മിക്ക ഏരിയയിലും ജാതിക്കായില്ല. കൃഷിക്കാരൻ എങ്ങനെ ജീവിക്കുന്നു നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? കൂലിപ്പണിക്കാരെങ്ങനെ ജീവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഗ്രാമീണ ഹോട്ടലുകളിൽ 10-1 കച്ചവടം കുറഞ്ഞു. എന്നാ കാര്യം എന്നറിയോ? ജനത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല. പാരിച്ച് മൂടിച്ച് നശിപ്പിച്ച 10 വർഷം. ജനത്തിന് ജീവിക്കാൻ ഗതിയില്ല. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം എന്നെ പെരിയാറിന് ഒരു 12 കിലോമീറ്റർ ഉള്ളിൽ നിന്ന് ഒരാൾ വിളിച്ചു. ടാക്സി ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. പുള്ളി പറയാ 10 വർഷം മുമ്പ് അവരുടെ ഗ്രാമത്തിൽ ഒരു ചായക്കടയിൽ ഒരു ദിവസം 2 കിലോ തേയിലപ്പൊടിയുടെ ചായ എടുക്കുമായിരുന്നു. ഇപ്പോൾ ആ ഗ്രാമത്തിൽ 7 ചെറിയ ഹോട്ടലുണ്ട്, ചെറിയ ചായക്കടകൾ. 7 ഹോട്ടലിലും കൂടെ 2 കിലോ ചായപ്പൊടി വേണ്ട ഒരു ദിവസം. എന്നാ വികസനമാ കേരളത്തിൽ! കേരളത്തിന് എന്തൊരു മാറ്റമാണ്! ജനം മുണ്ടും മുറുക്കിയെടുത്ത് വയറ് നട്ടലിലൊട്ടുന്ന അവസ്ഥ വന്നു. അന്നേരവും വലിയ മാറ്റമാണെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്? നെയ്മീൻ കഴിക്കുന്നവർക്ക് ബാക്കിയുള്ളവരുടെ വല്ലവരെ അറിയാൻ പറ്റുമോ? ബാക്കിയുള്ളവരുടെ കഷ്ടപ്പാട് വല്ലതും അറിയാൻ പറ്റുമോ? ദയവ് ചെയ്ത് ഭരിക്കുന്നവരോട് പറയട്ടെ, ഇതുപോലെ മുടിഞ്ഞ് മുണ്ടങ്കോലിട്ട് നിൽക്കുന്ന സമയത്തും നിങ്ങൾ ഈ പൊതുജനത്തിൻ്റെ പണം എടുത്ത് ഇതുകൂട്ട് പരസ്യം കൊടുക്കരുതേ. ഇനി പൊതുജനത്തോടും പറയട്ടെ, ഇങ്ങനത്തെ പരസ്യമൊക്കെ ചെയ്യുന്നിടത്ത് എങ്ങനെയെങ്കിലുമൊക്കെ കോടതികളിൽ ചോദ്യം നിങ്ങളിത് ചെയ്യണം. ഇതിങ്ങനെ വിട്ടുകൊടുക്കരുത്. ഇത് പൊതുജനത്തിൻ്റെ പണം കൊള്ളയടിച്ചു കൊണ്ടിരുന്ന പണമായത്. പൊതുജനത്തിനെ കൊള്ളയടിച്ചു കൊണ്ടിരുന്ന പണമാണ്. ഇത് അനുവദിച്ചു കൊടുക്കരുത്. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പ്രതിപക്ഷം മിണ്ടുകല, വായിക്കാത്ത മഴ വന്നാ തോന്നുന്നത്, ഒരക്ഷരം മിണ്ടുകല. ഇനി ജനമെങ്കിലും കോടതികളിലെങ്കിലും പോയി തടയാൻ പറ്റുമെങ്കിൽ തടയണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.